പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിന്റെ ചേട്ടൻ ഇവിടുത്തെ എസ് ആയിട്ടുണ്ട്. നിന്നെ ഇങ്ങോട്ട് മാറ്റിയതിന്റെ കാര്യം അറിയാമല്ലോ. അടങ്ങി നിന്നോണം. ഇവിടെ പല പെൺപിള്ളാരും കാണും വില്ലത്തിമാരായിട്ട്. അവരുടെ കൂടങ്ങാനും കൂടി വല്ല വള്ളിക്കിട്ട ചുള്ളിക്കിട്ട എടുത്തിട്ടുണ്ടോ കൊല്ലുന്നില്ല ഞാൻ. ശരിയാ. ആരാ നീ ആരാ? ഞാൻ അവിടെ ഇവിടുന്ന് പരിപാടി ഇവിടെ ചേർക്കാൻ വന്നതാ. എന്റെ മരുമോളാ. ഇവിടുത്തെ എസ്ഐയുടെ അനിയത്തിയാ ഇടിയൻ. അതിന് നിന്നെ ഞാൻ അലമ്പണ്ടാക്കില്ലേ? അതെ അമ്മാവൻ ഇത്തിരി ചൂടനാ. സോറി ഫോർ ദാറ്റ്. അതൊക്കെ അവിടെ കേട്ടെ. ഇയാള് ലാലേട്ട ഫാനാണോ മമ്മൂക്ക ഫാനാണോ? എനിക്ക് രണ്ടുപേരും ഇഷ്ടാ, പക്ഷെ ഞാൻ ലാലേട്ട ഫാനാണ്. ഓൾ ദി ബെസ്റ്റ്. കാണാം. എടി നിന്റെ പേരെന്നാടി? നാൻസി റാണി. നാൻസി റാണി. ആ പിന്നെ ഞാൻ മമ്മൂക്കപ്പാനാ. ആ വെറുതെ അല്ല നിങ്ങൾ ഇത്രയും ഗ്ലാമർ. ഗ്ലാമറോ? എനിക്കോ? എന്റെ കൊച്ചിനെ നോക്കിക്കോ. അത് ഞാൻ മാമന്റെ മോള് വാ പട്ടെ. ക്ലാരമ്മ വിളിച്ചായിരുന്നോ? എന്താ നിന്റെ ഉദ്ദേശം? ഹോസ്റ്റലിൽ വിട്ടു പോകാൻ പ്ലാനൊന്നുമില്ലേ? അറിയാലോ, ക്ലാരമ്മയെ കാണാത്ത ഒരു സിരിക്കാൻ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. അയ്യോ, ഒരുപാട് പതിപ്പിക്കല്ലേ. നീ ഒറ്റ ഒരുത്തി കാരണോ ഇവിടത്തെ പിള്ളേർ കുരുത്തക്കേട് കാണിക്കുന്നേ. പോരാത്തതിന് അവളുടെ സിനിമാ പ്രാന്തും. നിന്നെ ഒരുത്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ഈ 10-100 പിള്ളേരെ കൺട്രോൾ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് വികാരി അച്ഛൻ എന്നെ കളിയാക്കിയപ്പോഴേ തൊലി ഉരിഞ്ഞു പോയി. പോട്ടെ, എന്റെ അപ്പന്റെ നാടകപ്രാന്താ നിനക്ക് കിട്ടിയേക്കുന്നേ. എന്നിട്ട് സിനിമ എന്തെങ്കിലും കിട്ടിയോ? അതും അങ്ങനെ പറയരുത്. ഒരു നാൾ എനിക്ക് വല്ല ശരിയാവും. ഒരു നാളാവാൻ മോള് കാത്തിക്കണ്ട. കോളേജ് പൂട്ടിയാലും ഹോസ്റ്റലിൽ വിട്ട് നേരെ തറവാട്ടിലോട്ട് പൊക്കോണം.